നിർമ്മാണ തൊഴിലാളിയായ കൂത്തുപറമ്പിലെ രമേശൻ കൈതേരിയുടെ തൂലികയിൽ വിരിഞ്ഞത് 3 ചരിത്ര പുസ്തകങ്ങളാണ്. എല്ലാം ഒന്നിനൊന്ന് മികച്ചത്. പെരുമയാർന്നൊരു ദേശചരിതം, മറന്നുവെച്ച പൊൻചുരിക, കഥയുറങ്ങുന്ന എരുവേശിപ്പുഴ എന്നിവയാണ് ആ പുസ്തകങ്ങൾ. കൂത്തുപറമ്പ് കൈതേരിയിലെ അനുശ്രീ ഹൌസിൽ കുന്നുമ്മൽ രമേശൻ എന്ന രമേശൻ കൈതേരിയുടെ മനസ്സിൽ നിറയെ ചരിത്രമാണ്. നിർമ്മാണ തൊഴിലാളിയായ ഇദ്ദേഹം ഇതിനോടകം 3 ചരിത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പഴശ്ശി സമരചരിത്രങ്ങളുമായി ബന്ധപ്പെട്ട് കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്ന പെരുമയാർന്നൊരു ദേശചരിതമാണ് രമേശൻ കൈതേരി ആദ്യമായി എഴുതിയ ചരിത്ര പുസ്തകം. ഇതിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. വടക്കൻ കേരളത്തിലെ വീരനായകനായ തച്ചോളിയോധേനന്റെ ജീവിതകഥ പറയുന്ന മറന്നുവെച്ച പൊൻചുരിക എന്ന നോവലിൽ കതിരൂർ ഗുരുക്കളും തച്ചോളിയോധേനനും അംഗം വെട്ടിയ പൊന്നത്തങ്കത്തിന്റെ നേർചിത്രമാണ് വരച്ചുകാട്ടിയത്. ഒധേനന്റെ ഉപാസനാമൂർത്തിയായ വടകരയിലെ ലോകനാർക്കാവ് ദേവീക്ഷേത്ര പരിസരങ്ങളിലും തച്ചോളി മാണിക്കോത്ത് തറവാട് ക്ഷേത്രത്തിന്റെ ഭാഗമായ വിവിധ സ്ഥലങ്ങളിലും നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു. മികച്ച പ്രതികരണമാണ് ഈ പുസ്തകത്തിന് ലഭിച്ചതെന്ന് രമേശൻ കൈതേരി പറഞ്ഞു. രണ്ടാമത് എഴുതിയത് തച്ചോളി ഉദയൻ്റെ നോവലാണ്. തച്ചോളി ഉദയൻ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛമ്മേൻ്റെ നാട്ടിപ്പാട്ടാണ്. അത് എൻ്റെ ഒരു ഉറക്കുപാട്ടും കൂടിയാണ്. ചെറുപ്പത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ സമയത്ത് ഉറങ്ങുന്ന സമയത്തെല്ലാം അച്ഛമ്മ തച്ചോളിയോമേന കുഞ്ഞോദയന അങ്ങനെയുള്ള ആ പാട്ട് ഒരു ഉദയൻ എന്ന് പറഞ്ഞ കഥാപാത്രം എൻ്റെ മനസ്സിൽ കഴിഞ്ഞ്. പിന്നെ ഞാൻ നമ്മളെ കൂത്തുപറമ്പിലൊരു ശാരദാസ് വിനോദ് കൂത്തുപറമ്പ് എന്ന് പറഞ്ഞ ഓരോര് ബന്ധപ്പെട്ട് കഥേനെ പറ്റിയിട്ടെല്ലാം പറഞ്ഞ് ഓരെനിക്ക് തിരക്കഥ എഴുതേണ്ട വശം പറഞ്ഞാണ്. തിരക്കഥ എഴുത്തിൽ എൻ്റെ ഗുരുവാന്ന് വിനോട്ടെ. പിന്നെ ഓറാന്ന് ഈ മറന്നുവെച്ച പഞ്ചരിക എന്ന് പറഞ്ഞ പുസ്തകത്തിന് അവതാരിക എഴുതി SRD പ്രസാദ് സാറിൻ്റെ അടുക്കാൻ എത്തിച്ചത്. പ്രസാദ് സാറും ഞാനിപ്പോൾ ഒരു ഗുരുശിഷ്യ ബന്ധം പോലെയാണ്. കേരളത്തിലെ തന്നെ ഏക തീയ രാജവംശമായ മന്നനാർ രാജവംശത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കഥയുറങ്ങുന്ന എരുവേശിപ്പുഴ എന്ന 3ാമത്തെ പുസ്തകം രചിച്ചത്. എഴുത്തിനോടുള്ള അടങ്ങാത്ത അഭിനിവേശമാണ് ഓരോ ചരിത്ര പുസ്തകവുമെന്ന് രമേശൻ കൈതേരി പറഞ്ഞു. എൻ്റെ 3ാമത്തെ നോവലാണ് കഥയുറങ്ങുന്ന എരുവേശിപ്പുഴ. കേരളത്തിലെ ഏക തീയ രാജവംശത്തിൻ്റെ കഥയാണത്. ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അതാണ് ആ കഥ. പിന്നെ ഇതും കഴിഞ്ഞ് ഇതിൻ്റെ തിരക്കഥ ഇപ്പോൾ എഴുതുന്നുണ്ട്. ഒരാൾ പറഞ്ഞിട്ടാണ് തിരക്കഥ എഴുതുന്നത്. അപ്പോൾ അത് കഴിഞ്ഞെടുക്കുക നമ്മളെ ഈ സാമൂഹിക പശ്ചാത്തലത്തിൽ നമ്മളെ നാട്ടിൻ പ്രദേശത്തിനെല്ലാം കേന്ദ്രീകരിച്ച് ചില കഥാപാത്രങ്ങൾ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടല്ലോ, ജീവിച്ച കഥാപാത്രങ്ങൾ. അവരെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു നോവൽ എഴുതണമെന്നൊരു ആഗ്രഹത്തിലുള്ളത്. അത് ഏതാണ്ട് അതിൻ്റെ ഒരു ചട്ടം ഏതാണ്ടൊരു ചട്ടക്കൂട്ട് തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ളത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ എഴുത്തിലും വായനയിലും സജീവമായിരുന്നു. നിർമ്മാണ മേഖലയിലെ ജോലി കൂടാതെ മികച്ച ക്ഷീരകർഷകൻ കൂടിയാണ് രമേശൻ. എല്ലാ തിരക്കുകൾക്കിടയിലും എഴുത്തിനെ കൈവിടാൻ ഇദ്ദേഹം ഒരുക്കമല്ല. എല്ലാ പിന്തുണയുമായി കുടുംബം ഒപ്പമുണ്ട്. ഷീനയാണ് ഭാര്യ. അനുശ്രീ, അഭിജിത്ത് എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.